ഇറച്ചിക്കോഴികളിൽ കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലകളിൽ ആശങ്ക വർദ്ധിക്കുന്നു. നൂറുകണക്കിന് താറാവുകളാണ് രോഗബാധിത മേഖലകളിൽ ചാകുന്നത്. കുമരകം പക്ഷി സങ്കേതത്തിലും അതീവ ജാഗ്രത തുടരുകയാണ്. കുമരകം അട്ടിപ്പീടികയിലെ ജോസിന്റെ ഫാമിൽ ഒരാഴ്ചക്കിടെയാണ് 400ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുകിടന്നത്. മൃഗാശുപത്രിയിലെ പരിശോധനയിൽ തൃപ്തി വരാതെ തിരുവല്ലയിൽ പരിശോധിച്ചപ്പോഴാണ് കോഴികളുടെ മരണകാരണം പക്ഷിപ്പനിയാണെന്നറിഞ്ഞത്. അവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവർ എന്നാ പറഞ്ഞത്, വാറ്റിസോൾ എന്നൊരു മരുന്ന് ഇവിടെ വന്നപ്പം കോട്ടയത്ത് നിന്ന് കുറിച്ച് തന്നു. കോട്ടയത്തെ ഡോക്ടർ കുറിച്ച് തന്നു. അതുകൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കുറവെന്ന് പറയാനായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. രോഗബാധ ശമനമില്ലാതെ തുടരുന്ന ഐമനം, വെച്ചൂർ, തലയാഴം, ആർപ്പൂക്കര പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവിടങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ ആരംഭിക്കുമെന്നും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പരാതി വന്നിട്ടുള്ള ഐമനത്ത് ആയതുകൊണ്ട് ഐമനത്ത് ഒരു സ്കൂളിൽ തന്നെ ഈ ടീമിൻ്റെ ഒരു ക്യാമ്പ് ആരംഭിക്കുന്നു. ആവശ്യമായിട്ടുള്ള മരുന്ന് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നു. ദേശാടന പക്ഷികളെത്തുന്ന കാലമായതിനാൽ കുമരകം പക്ഷിസങ്കേതത്തിൽ നിരീക്ഷണം കർശനമാക്കി. അവശനിലയിൽ കണ്ടെത്തിയ 2 പക്ഷികൾ ചികിത്സയിലാണ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കുമരകത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ ഇടിവുണ്ടാകുമോ എന്നും ആശങ്കയുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.